ഹലോ മക്കളെ, എടാ ഇന്നത്തെ പരീക്ഷയൊക്കെ ആകെ വെള്ളത്തിലായ അവസ്ഥയിലാണല്ലേ. നിങ്ങൾ രാവിലത്തെ പരീക്ഷയൊക്കെ എഴുതി തിരിച്ചു വരുമ്പോൾ കേൾക്കുന്ന കഥ എന്താണ്? ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നു, പുതിയ ഡേറ്റ് പിന്നീട് അറിയിക്കും എന്നുള്ളതാണ്. ഇനി രാവിലെ നടന്ന പരീക്ഷയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് കണ്ടറിയണം. ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. എടാ എന്ത് തന്നെയാണെങ്കിലും രാവിലെ നടന്ന പരീക്ഷാ പേപ്പറിന്റെ മാത്സ് അനാലിസിസ് നമുക്ക് ചെയ്യാം, ചെയ്തു പഠിക്കാം. നമ്മൾ ചെയ്ത PYQ സീരീസിന്റെ മുഴുവൻ ഭാഗങ്ങൾ കണ്ടവർക്ക്, അതുപോലെ നമ്മൾ ചെയ്ത മാരത്തോണിന്റെ 6 മണിക്കൂർ നീണ്ട സെഷൻ കണ്ടവർക്ക് ഇന്ന് നടന്ന പരീക്ഷാ പേപ്പറിൽ 20ൽ 20 മാർക്കും, അതായത് 100% മാർക്ക് നേടാൻ കഴിയും എന്നത് ഉറപ്പാണ്. നോക്കിക്കേടാ, ഓരോ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എടാ മക്കളെ, ഇപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണെടാ. ശ്രേണിയിലെ അടുത്ത പദം കണ്ടുപിടിക്കാനാണ് ചോദ്യം. നോക്കിക്കടാ, ഓരോ പദങ്ങളും നോക്കിക്കേ. 3, 7, 15, 31 വലിയ അകലത്തിലല്ല ഇരിക്കുന്നത്, ചെറിയ ഗ്യാപ്പുള്ളൂ ഇവർക്കിടയിൽ. അപ്പൊ എന്തായാലും ഇവർക്കിടയിലുള്ള അകലം നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായും അടുത്ത ആളെ കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഇവർക്കിടയിലെ വ്യത്യാസം നോക്കുക എന്നുള്ളതാണ്. 3, 7, 15, 31 ഇവർക്കിടയിലുള്ള വ്യത്യാസം നോക്കിക്കടാ. 3ഉം 7ഉം തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 4ആണ്. 3ന്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് 7. 7 15 ആകാൻ നമ്മൾ 8 കൂട്ടി. 15 31 ആകാൻ നമ്മൾ 16 കൂട്ടി. അപ്പൊ ഇവർക്കിടയിലുള്ള അകലം നോക്കിക്കേ. 4, 4ന്റെ ഇരട്ടിയായ 8, 8ന്റെ ഇരട്ടിയായ 16 എങ്കിൽ അടുത്ത അകലം എത്രയായിരിക്കും? 16ന്റെ ഇരട്ടിയായ 32 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 31ന്റെ കൂടെ 32 കൂട്ടിയാൽ മതി. 31ഉം 32ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 63. 63 ഇങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം. അതല്ലെങ്കിൽ വേറെ ലോജിക്കും കൂടി ഉണ്ട്. നോക്കിക്കടാ. 3, 7, 15, 31 ഡാഷ്. നോക്കിക്കേ, ഈ 3 7ആയി മാറാൻ എന്ത് ചെയ്തു? 3ന്റെ ഇരട്ടിയുടെ കൂടെ 1 കൂട്ടി. 3ന്റെ ഇരട്ടി 6ആണ്. 6ന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്നത് 7. ഈ 7 15 ആയത് എങ്ങനെ? 7ന്റെ ഇരട്ടിയുടെ കൂടെ 1 കൂട്ടി. 7ന്റെ ഇരട്ടി 14. 14ന്റെ കൂടെ 1 കൂട്ടിയപ്പോ കിട്ടിയത് 15. എടാ, ഈ 15 31 ആയത് എങ്ങനെ? 15ന്റെ ഇരട്ടിയായ 30ന്റെ കൂടെ 1 കൂട്ടി. അങ്ങനെയാണ് 31 കിട്ടിയത്. എങ്കിൽ അടുത്ത ആളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 31ന്റെ ഇരട്ടി 62, അതിന്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് കിട്ടും 63. അപ്പൊ എങ്ങനെ ആലോചിച്ചാലും ഒരേ ഉത്തരത്തിലേക്കാണ് എത്തുന്നത്. സോ നമുക്ക് ഉറപ്പിച്ചു പറയാം, നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 63. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മക്കളെ, അടുത്ത ചോദ്യം ബോട്ട്മാസ് റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. എന്താണ് ബോട്ട്മാസ് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി വ്യക്തമായി പഠിച്ചതാണ്. ഓക്കെ, തന്നിരിക്കുന്ന ചോദ്യം ഞാനൊന്ന് എടുത്തെഴുതുന്നു. 16 + 8 ഹരണം 2 ഗുണനം 6 മൈനസ് 20. തന്നിരിക്കുന്നതിൽ ബ്രാക്കറ്റ് ഓഫ് അല്ലെങ്കിൽ ഓർഡർ അതൊന്നുമില്ല. ഉള്ളത് ആരാണ്? ഡിവിഷൻ. ഹരണം ഉണ്ടോ? ഹരണ ചിഹ്നം ഉണ്ട്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ആളുകളെ തമ്മിൽ ഹരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 16 പ്ലസ് 8ൽ എത്ര രണ്ടുകൾ? അല്ലെങ്കിൽ 8ന്റെ പകുതി 4. ബാക്കിയുള്ളവരൊക്കെ അതുപോലെ എഴുതുക. 6 മൈനസ് 20. അപ്പൊ ഡിവിഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ആരാടാ? മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം നമുക്ക് ചെയ്യണം. ഗുണന ചിഹ്നം ഉണ്ടോ? ദേ ഇവിടെ കിടക്കുന്നു. അപ്പൊ ആ ചിഹ്നത്തിന്റെ 2 സൈഡിലും ഇരിക്കുന്ന ആളുകളെ തമ്മിൽ ഗുണിക്കുക. ബാക്കിയുള്ളവരെ അതുപോലെ എഴുതുക. അപ്പൊ 16 പ്ലസ് 4 ഗുണം 6. 4നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 24 എന്ന് കിട്ടും. മൈനസ് 20 അതുപോലെ എഴുതി. ഇനി നോക്കിക്കേ, ഇനി ആരാടാ? ഇനി അഡിഷൻ അഥവാ കൂട്ടല് പ്ലസ് ചിഹ്നം, കൂട്ടലിന്റെ ചിഹ്നം ദേ കിടക്കുന്നു. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളെ തമ്മിൽ കൂട്ടുക. 16ന്റെ കൂടെ 24 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 40. മൈനസ് 20 അതുപോലെ എഴുതി. ഇനി കുറച്ചാ മതി. 40ൽ നിന്ന് 20 കുറച്ചാൽ നമ്മുടെ ഉത്തരമായി അത് 20ആണ്. ഓപ്ഷൻ ബി ആണ്. സെറ്റ് അല്ലേ? നമുക്ക് അടുത്തേക്ക് പോവാം. മക്കളെ, മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടി വരും? അപ്പൊ നമുക്ക് ചെയ്യാം. ഇതിന് ഒരു സൂത്രവാക്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. N1 D1 എന്ന് പറയുന്നത് N2 D2 തുല്യമാണ്. എന്താണ് N1? എന്താണ് D1? നമ്പർ ഓഫ് ഫസ്റ്റ് കേസ്, ഡേയ്സ് ഓഫ് ഫസ്റ്റ് ഡേയ്സ്.
ആദ്യ കേസിലെ ആളുകളുടെ എണ്ണവും ദിവസങ്ങളുടെ എണ്ണവും തമ്മിൽ ഗുണിക്കുന്നത് രണ്ടാമത്തെ കേസിലെ ആളുകളുടെ എണ്ണവും ദിവസങ്ങളുടെ എണ്ണവും തമ്മിൽ ഗുണിക്കുന്നതിനോട് തുല്യമാണ്. ഓക്കെ, ഇനി ഇതിൽ തന്നിരിക്കുന്നതിന് നമ്മൾ എടുത്തെഴുതും. എന്താ ഫസ്റ്റ് കേസ്? 60 ആളുകള് 10 ദിവസം കൊണ്ടാണ് ഒരു ജോലി തീർക്കുക. അപ്പൊ ഇവിടുത്തെ N1 എന്താണ്? ആളുകളുടെ നമ്പർ 60 ഗുണനം ദിവസങ്ങളുടെ എണ്ണം എത്രയാ? ഫസ്റ്റ് കേസിൽ 10. 60 ഗുണം 10 എന്ന് പറയുന്നത് നമ്പർ 2. സെക്കൻഡ് കേസിൽ ആളുകളുടെ എണ്ണം തന്നിട്ടില്ല. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. ദിവസങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. 6 ദിവസം കൊണ്ടാണ് തീർക്കേണ്ടത്. ഇൻറ്റു 6. ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യൂടാ? അധികപ്പറ്റായിട്ടിരിക്കുന്ന ആളുകളൊക്കെ അപ്പുറത്തേക്ക് തട്ടും. ഇവിടെ ഗുണനം 6 അധികപ്പറ്റായിട്ടിരിക്കുന്നത്. സമത്തിന്റെ ഇപ്പുറത്തേക്ക് വന്നാൽ എന്തായി? നേരെ ഓപ്പോസിറ്റ് ആകുന്നു. അപ്പൊ 60 ഗുണം 10 ഗുണനമാണ് അപ്പുറത്തേക്ക് പോകുന്നത്. അത് ഹരണമായി മാറും. അപ്പൊ ഹരണം 6 എന്ന് പറയുന്നതാണ് സെക്കൻഡ് കേസിലെ ആളുകളുടെ എണ്ണം. വെട്ടിക്കളയാലോ? 60-ൽ എത്ര 6 ഉണ്ട്? 10 ആറുകളുണ്ട്. അപ്പൊ 10 ഗുണം 10 എന്ന് പറയുന്നത് 100. ഓക്കെ, അപ്പൊ സെക്കൻഡ് കേസിൽ എത്ര ആളുകൾ വേണം? 6 ദിവസം കൊണ്ട് ഈ ജോലി തീരണമെങ്കിൽ 100 ആളുകൾ വേണം. 100 ആളുകൾ വേണം. നിങ്ങൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ 100 ഇല്ല. ചോദ്യം ഒന്നും കൂടി ഇരുത്തി വായിച്ചേ. എന്താ ചോദ്യത്തിൽ പറയുന്നേ? എത്ര ആളുകൾ അധികം വേണ്ടി വരും എന്ന് വെച്ചാൽ, എടാ ഇവിടെ ഓൾറെഡി 60 പേരുണ്ട്. ഓൾറെഡി നമ്മുടെ കയ്യിൽ 60 പേരുണ്ട്. ആകെ 100 പേര് വേണം എങ്കിൽ അധികം എത്ര പേരും കൂടി വേണം? ആകെ എണ്ണം 100 അതിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ള ആളുകൾ 60 പേരാണ്. 100-ൽ നിന്ന് 60 പോയാൽ ബാക്കി കിട്ടുന്നത് 40. സോ 40 പേരും കൂടി അധികം വേണം. അധികം വേണം. ഓപ്ഷൻ ഡി ആണ് മക്കളെ ശരി ഉത്തരം. മക്കളെ, 4ാമത്തെ ചോദ്യം നമ്മൾ മാരത്തോൺ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലാഭത്തിനെ വാങ്ങിയ വില കൊണ്ട് ഹരിച്ച് ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം എന്ന് പഠിച്ചു. ഓക്കെ, ഇനി എത്രയാണ് ലാഭം എന്ന് കണ്ടുപിടിക്കണം. ലാഭം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എത്രയാണ് അധികം കിട്ടിയത്? അതാണ് ലാഭം. 110 രൂപയുടെ സാധനം 132 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പൊ അവന് അധികം എത്ര രൂപ കിട്ടി? വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വിലയായ 110 കുറച്ചാൽ ലാഭം കിട്ടും. അത് 22 22 രൂപ ഇവന് ലാഭം കിട്ടി. എത്രയാണ് വാങ്ങിയ വില? 110 രൂപയാണ് അതിന്റെ ബേസ് പ്രൈസ്. ബേസിലുള്ള ആളിനെ നമ്മൾ ബേസിൽ എഴുതും. അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ പരിശോധിക്കുന്നത് അതിനെ അടിയിൽ എഴുതും. 110 രൂപയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. സോ 110 രൂപ അടിയിൽ. ശതമാനത്തിലേക്കാക്കാൻ നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു. ഈ 0 ക്യാൻസൽ ചെയ്ത് പോകുമോ? 22-ൽ എത്ര 11-കൾ? 11-ന്റെ ഇരട്ടിയാണ് 22. സോ 2 11-കൾ. അപ്പൊ 2 ഗുണം 10 മാത്രം ബാക്കി. 2 ഗുണം 10 എത്രയാ? 20. 20%. 20% എന്നത് ഓപ്ഷൻ ബി ആണ് മക്കളെ. ഓപ്ഷൻ ബി ആണ്. ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ചോദ്യം എങ്ങനെയാണെടാ? 2√2 പ്ലസ് 3√2 അതിൽ നിന്ന് കുറയ്ക്കണം √8. എടാ ഇതെല്ലാം √2 എന്ന രൂപത്തിലാണ് കിടക്കുന്നത്. സോ √8നെയും ഈ രൂപത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ എളുപ്പമാണ്. മാറ്റാൻ കഴിയും. √8 എന്നതിനെ ഞാൻ റൂട്ടിനകത്ത് 4 ഗുണം 2 എന്ന് എഴുതുന്നു. എടാ റൂട്ടിനകത്ത് 2 സംഖ്യകളുടെ ഗുണനഫലമായിട്ടാണ് കിടക്കുന്നത്. സോ നമുക്കിതിനെ സെപ്പറേറ്റ് റൂട്ടാക്കി കൊടുക്കാം. √4 ഗുണം √2. 4ന്റെ റൂട്ട് നമുക്കറിയാം, അത് 2 ആണ്. √2നെ നമുക്ക് കൃത്യമായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. സോ 2√2 ആണ് √8. √8നെ 2√2 എന്ന് നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതിയാൽ 2√2 പ്ലസ് 3√2 മൈനസ്, ഇനി √8 ഇല്ല, അവിടെ ആര്? 2√2. ഇവിടെ 2 പേര് വെട്ടിപ്പോകും. ആരൊക്കെയാടാ? ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള 2√2 ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള 2√2 ഉണ്ട്. അവര് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ആര് മാത്രം? 3√2. അതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് മക്കളെ നമ്മുടെ ശരി ഉത്തരം. എടാ 86ാമത്തെ ചോദ്യം നമ്മൾ ഒരുപാട് തവണ നമ്മുടെ മാരത്തോൺ ക്ലാസ്സിൽ ചെയ്ത് സെറ്റ് ആയിട്ടുള്ള ചോദ്യം. നിങ്ങളിത് പുഷ്പം പോലെ ചെയ്തിട്ടുണ്ടാവും. എന്താണ് ചോദ്യം? 25 കുട്ടികളുടെ ശരാശരി പ്രായം 13. അതിനിടയിലേക്ക് ടീച്ചറും കൂടി വരുന്നു. ഞാൻ ക്ലാസ്സിനിടയിൽ പറഞ്ഞിരുന്നു, മോസ്റ്റ് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ടൈപ്പ്. ഉറപ്പായും നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം.
അതിന്റെ ആക്ച്വൽ മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ 25 പേരുള്ള ക്ലാസ്സിലേക്ക് ടീച്ചറും കൂടി വരികയാണ്. എത്ര പേരായി? 26 പേരായി. അവരുടെ ശരാശരി പ്രായം എത്രയായി മാറി? 13 എന്നത് 14ആയി മാറി. ഇനി എണ്ണത്തിലുള്ള വർധനവ്, ശരാശരിയിലുണ്ടായ വർധനവ് 25 26 ആകാൻ ഒന്നുകൂടി, 13 14 ആകാൻ ഒന്നുകൂടി. അപ്പുറത്തും ഇപ്പുറത്തും കൂടിയിരിക്കുകയാണ്. കൂടിയത് 1 എങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങേ തലക്കലുള്ള 25ഉം അങ്ങേ തലക്കലുള്ള 14ഉം കൂട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ 25ഉം 14ഉം കൂട്ടിയാൽ നമ്മുടെ ഉത്തരം കിട്ടും. അത് 39. ഓപ്ഷൻ സി. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വേണ്ടടാ, നമ്മൾ വീണ്ടും മാരത്തോൺ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മറ്റൊരു ചോദ്യം, 8 12 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. എടാ, നമ്മൾ ഇതിന്റെ 2 ടൈപ്പും പഠിച്ചു. ഈ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പഠിച്ചു. അല്ലെങ്കിൽ ഹരിക്കുമ്പോൾ ഇത്ര ശിഷ്ടം വരുന്ന കേസുകളും പഠിച്ചു. ഇത് നമ്മൾ പഠിച്ച സെക്കൻഡ് കേസാണ്. 8 12 16 ഇതിന്റെ LCM എടുക്കും നമ്മൾ ആദ്യം. ഓക്കെ, ഇവരെല്ലാം ഇരട്ട സംഖ്യകളായതുകൊണ്ട് 2 കൊണ്ട് ചെറുതാക്കുന്നു. 8ന്റെ പകുതി 4, 12ന്റെ പകുതി 6, 16ന്റെ പകുതി 8, വീണ്ടും 2 കൊണ്ട് ചെറുതാക്കുന്നു. 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3, 8ന്റെ പകുതി 4, വീണ്ടും 2 കൊണ്ട് ചെറുതാക്കുന്നു. അപ്പോ 2ന്റെ പകുതി 1, 3നെ 2 കൊണ്ട് ചെറുതാക്കാൻ കഴിയാത്തത് കൊണ്ട് അതുപോലെ എഴുതുന്നു. 4ന്റെ പകുതി 2 കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? LCM ആയതുകൊണ്ട് ഇവരെയെല്ലാം L ഷേപ്പിൽ ഗുണിക്കണം. സോ ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 3 ഗുണം 2 ഗുണം 2 ഗുണം എത്ര 2 ഉണ്ട്? 1 2 3 4 2കൾ. ഓക്കെ, ഇത് ഗുണിച്ചാൽ മതി. 3ന്റെ ഇരട്ടി 6, 6ന്റെ ഇരട്ടി 12, 12ന്റെ ഇരട്ടി 24, 24ന്റെ ഇരട്ടി 48. LCM കണ്ടുപിടിച്ച് സന്തോഷത്തിൽ കൊണ്ടുപോയിട്ട് A കറുപ്പിച്ചവരാരെങ്കിലും ഉണ്ടോ? എങ്കിൽ തെറ്റി. 48 ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. LCM ആയി കിട്ടുന്ന സംഖ്യ ഉറപ്പായും ഓപ്ഷനിൽ ഉണ്ടാവും. നമ്മളെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, വാടാ തെറ്റിക്കടാ എന്ന് പറഞ്ഞിട്ട്. ആ ചതിയിൽ വീഴരുതെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ എന്തും കൂടി ചെയ്യണടാ. നമുക്ക് ശിഷ്ടമായിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടമായിട്ട് 3 വരണം. പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ചോദിച്ചിരുന്നെങ്കിൽ അത് 48 പക്ഷെ ശിഷ്ടം ആര് വരണം? 3 വരണം. അപ്പൊ ഈ കിട്ടിയ സംഖ്യയുടെ കൂടെ നമ്മൾ ഒരു 3 കൂടി കൂട്ടി കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. 48ന്റെ കൂടെ 3 കൂട്ടിയാൽ കിട്ടുന്നത് 51. ഓപ്ഷൻ ബി ആണ് മക്കളെ ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, ഇപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേണ്ടടാ, നമ്മൾ PYQ സീരീസിലും മാരത്തോൺ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്ത മറ്റൊരു ചോദ്യം. അപ്പൊ നമ്മുടെ സീരീസ് പൂർണ്ണമായും കണ്ടവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 20ൽ 20 മാർക്ക് ഗ്യാരണ്ടിയാണ്. നമുക്ക് ചെയ്യാം. 2.5 അധികം 3/4 കുറയ്ക്കണം 4 5/1. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലെ പൂർണ്ണസംഖ്യകളൊക്കെ ആദ്യം ചെയ്യാം, എന്നിട്ട് ഭിന്നഭാഗങ്ങളെ പിന്നീട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് അധികമുള്ള സംഖ്യകളെ ആദ്യം കൂട്ടി വയ്ക്കുകയാണ്. 2.5യും 3/4 പോസിറ്റീവ് സംഖ്യകളാണ്. അപ്പൊ അതിനെ മൊത്തം ഞാൻ ചേർത്ത് വെക്കുന്നു. എടാ, 2.5യും 3/4, അപ്പൊ 2 3ഉം ആദ്യം കൂട്ടുക, അപ്പൊ 5 എന്ന് കിട്ടും. അരയും കാലും ചേർന്നാൽ മുക്കാലാണ്. 5/4 എന്ന് കിട്ടും ഈ 2 കൂട്ടിക്കഴിഞ്ഞാൽ. അതിൽ നിന്ന് എന്ത് ചെയ്യണം? 4 5/1 കുറയ്ക്കണം. 4 5/1 കുറയ്ക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 5ൽ നിന്ന് 4 കുറയ്ക്കാം. 5ൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്നത് 1 ആണ്. അപ്പൊ ഇനി 1 വരുന്ന ഉത്തരം ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ആണ്. അപ്പൊ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും അല്ല എന്നുറപ്പിക്കാം. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിലെ ഭിന്ന ഭാഗങ്ങളെ കുറച്ചാൽ മതി. 3/4 നിന്ന് 5/1 കുറയ്ക്കണം. ക്രോസ് ചെയ്താൽ പോരെ. 3 ഗുണം 5 ചെയ്താൽ 15. നടുവിലെ ചിഹ്നം മൈനസ്. 4 ഗുണം 1 ചെയ്താൽ 4 ബൈ അടിയിലിരിക്കുന്നവരെ തമ്മിൽ ഗുണിക്കുക, താഴെ എഴുതുക. 4 ഗുണം 5 20. 15ൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്നത് 11/20. അപ്പൊ 1 11/20 എന്ന് കിട്ടും. അതെവിടെയാ ഓപ്ഷനിൽ കിടക്കുന്നത്? ഓപ്ഷൻ എ ആണ്. 1 11/20. 1 11/20 ഓപ്ഷൻ എ ആണ് മക്കളെ ശരി ഉത്തരം. നമ്മൾ നേരെ പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്.
യെസ്, ഇവിടെ ക്ലോക്കിലെ സമയം 3:20 ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ചടാ. എന്താണ് ആ സൂത്രവാക്യം? 30H മൈനസ് 11/2M. ഞാനിത് കണക്ട് ചെയ്യാൻ ഇങ്ങനെ ആലോചിക്കാം എന്ന് സൂചിപ്പിച്ചിരുന്നു. എന്താണ് ഇവിടെ മണിക്കൂറിന്റെ ഭാഗത്ത് ആര്? മണിക്കൂറാണ് വലുത്. സോ ഈ രണ്ട് വരകൾക്കിടയിൽ ഇതെന്താ ഈ രണ്ട് വര? നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന മോഡ് അല്ലെ. അപ്പോ മണിക്കൂറിന്റെ കൂടെ ആര്? മിനിറ്റുകളുടെ പകുതി അല്ലെ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. സോ അതിന്റെ പകുതിയാണ് ഇതിന്റെ കൂടെ. അപ്പൊ 30 മണിക്കൂറിന്റെ കൂടെ. ഇനി മിനിറ്റിന്റെ കൂടെ ആര്? ആരുടെ പകുതി? മണിക്കൂറുകൾ എത്രയെ? ഒരു ക്ലോക്കിൽ 12 മണിക്കൂറുണ്ട്. പക്ഷെ നമ്മൾ മിറർ ഇമേജ് ഒക്കെ കാണുമ്പോൾ എന്താ ചെയ്യുക? 11:60 നിന്നാണ് കുറയ്ക്കുക. സോ ഈ 11 നമ്മുടെ മൈൻഡിലേക്ക് എടുത്താൽ മതി. 11ന്റെ പകുതി. അപ്പൊ മിനിറ്റിന്റെ കൂടെ മണിക്കൂറുകളുടെ പകുതിയും മണിക്കൂർ ഭാഗത്ത് മിനിറ്റുകളുടെ പകുതിയും എന്ന് കണക്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ് ഈ മണിക്കൂർ, എന്താണ് മിനിറ്റ്? തന്നിരിക്കുന്നതിൽ മണിക്കൂറിന്റെ ഭാഗത്തുള്ളത് മണിക്കൂറിന്റെ കൂടെ എഴുതുക, എച്ചിന്റെ സൈഡിൽ എഴുതുക. അപ്പൊ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 3 മണിക്കൂറും 20 മിനിറ്റും ആണ്. 3:20. അപ്പൊ എച്ചിന്റെ ഭാഗത്ത് 3. ഓക്കെ, മിനിറ്റിന്റെ ഭാഗത്ത് ആരാ? ഇവിടെ 20. അപ്പൊ മിനിറ്റിന്റെ ഭാഗത്ത് 20 ചെയ്യാം. മോഡ് 30 ഗുണം 3 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് എന്ന് പറയുന്നത് 20. 20ന്റെ പകുതി എന്ന് പറയുന്നത് 10 ചെയ്താൽ 30 ഗുണം 3 90 മൈനസ് 11 ഗുണം 10 110 സമം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ -20 എന്ന് കിട്ടും. -20 എന്ന് കിട്ടും. ഓക്കെ, എടാ എന്താണ് ഈ വര എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഉള്ളിൽ ഒരു നെഗറ്റീവ് സംഖ്യ വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ഇല്ലാതെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് വര. ഇവിടെ നെഗറ്റീവ് ഒരിക്കലും, കോണളവിൽ ഒരിക്കലും നെഗറ്റീവ് വരില്ല. അതിനാണ് ഈ വരയിട്ടിരിക്കുന്നത്. കോണളവ് ഒരിക്കലും നെഗറ്റീവ് സൂചികയാകില്ല, നെഗറ്റീവ് സംഖ്യയാകില്ല. അപ്പൊ നമുക്ക് 20 ഡിഗ്രി എന്ന് എടുക്കാം. 20 ഡിഗ്രി എന്നത് ഓപ്ഷൻ സിയിൽ കിടക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. 90ാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു. 5⁻x−1 ഇൻറ്റു 5³ ഇൻറ്റു 5² എന്നത് 3125. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്തതാ. ഈ മോഡൽ നമ്മൾ ചെയ്താ. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിന്റെ PYQ സീരീസിൽ ഇത് മൊത്തം നമ്മൾ ചെയ്താ. ഇതേപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യടാ? a⁻m ഇൻറ്റു a⁻n ഇൻറ്റു a⁻o എന്ന് വിചാരിക്കുക. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? a⁻m + n + o എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ഒരേ ബേസ്, അവയുടെ തലയ്ക്ക് മുകളിൽ വ്യത്യസ്ത പവറുകൾ. ഇവിടെ m, അവിടെ n, അപ്പുറത്ത് o. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഒരേ ബേസുള്ള ആളെ ഒറ്റ തവണ എഴുതുക. ഇവരുടെ ഒക്കെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന പവറുകളെ ഇവിടെ ഗുണിക്കലായതുകൊണ്ട് ആ പവറുകളെ മുഴുവൻ കൂട്ടിയാൽ മതി. ഇപ്പൊ ഈ ഒരു സാധനം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഓക്കെ, ഇനി ഇവിടെ a⁻p വന്നാൽ എന്ത് ചെയ്യും? നമ്മളിവിടെ ഒരു p കൂടി കൂട്ടും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ സാധനം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടി നോക്കണം. 3125 ഒക്കെ നിങ്ങൾ സെറ്റ് ആയതാണ്. ഇനി അങ്ങനെ സംശയമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? എക്സാം ഹാളില് 3125നെ ഇവിടെയൊക്കെ ബേസ് എന്താണ്? 5 ആണ്. അപ്പൊ ഇത് 5ന്റെ പവർ ആണ് എന്ന് നിങ്ങൾ കണക്ട് ചെയ്യണം. 5 കൊണ്ട് ചെറുതാക്കി നോക്കുക. ചെറുതാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് 625 എന്ന് കിട്ടും. വീണ്ടും ചെറുതാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 625നെ 5 കൊണ്ട് ചെറുതാക്കിയാൽ 125 എന്ന് കിട്ടും. വീണ്ടും ചെറുതാക്കിയാൽ 25 എന്ന് കിട്ടും. വീണ്ടും ചെറുതാക്കിയാൽ 5 എന്ന് കിട്ടും. അപ്പൊ 3125 എന്ന് പറയുന്നത് 5 പവർ എത്ര? 5. 5ന് എത്ര പ്രാവശ്യം ഗുണിക്കണം? 1 2 3 4 5. 5 പവർ 5 ആണ് 3125 എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാ. അപ്പൊ 3125 ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കത്തണം അത് 5 പവർ 5 ആണ് എന്ന കാര്യം. അപ്പൊ ഞാൻ ഇവരെ മാറ്റി എഴുതാലോ. 5 പവർ x−1 ഗുണം 5 പവർ 3 ഗുണം 5 പവർ 2 എന്നത് 3125 ആണ്. അതെന്താണ്? അത് 5 പവർ 5 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം ഒരേ ബേസ് ആണ്. അപ്പോ അത് ഒരു തവണ എഴുതുക. മുകളിലിരിക്കുന്ന പവറുകളെല്ലാം കൂട്ടി എഴുതുക. അപ്പൊ മുകളിൽ ആരാ? x−1
പ്ലസ് 3 പ്ലസ് 2 സമം 5/5. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ ആരാണ് ഉള്ളത്? ഇനി എക്സ് ഉണ്ട്. 3ഉം 2ഉം 5 രൂപ കയ്യിൽ പ്ലസ് -1 1 രൂപ കടം. 5 രൂപ കയ്യിലുണ്ട്, 1 രൂപ കടമുണ്ട്. അപ്പൊ ബാക്കി എന്ത് വരും? 4 രൂപ കയ്യിൽ. എക്സ് പ്ലസ് 4 എന്ന് പറയുന്നത് 5/5 തുല്യമാണ്. ബേസ് സെയിം ആയതുകൊണ്ട് പവറുകളും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം. അപ്പൊ ഞാനിത് മാറ്റോട്ടെ, ഈ സാധനം മാറ്റോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം എക്സ് പ്ലസ് 4 എന്ന് പറയുന്ന ഈ പവർ 5-നോട് ഈക്വൽ ആണ് എന്ന് നിസ്സംശയം പറയാം. ഇനി ഇതിന് എക്സിന്റെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? എക്സിന്റെ കൂടെ അധികം പറ്റായിട്ടിരിക്കുന്ന ആളെ നമ്മൾ അപ്പുറത്തേക്ക് തട്ടുന്നു. അപ്പുറത്ത് ഓൾറെഡി 5 ഉണ്ട്. അധികം 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ കുറയ്ക്കണം 4 ആകുന്നു. 5-ൽ നിന്ന് 4 പോയാൽ നമ്മുടെ ഉത്തരമായി മക്കളെ അതൊന്ന്. എവിടെ കിടക്കുന്നടാ? ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. വീണ്ടും ബോട്ട്മാസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 7 കൂട്ടണം 8 ഞാൻ എടുത്തെഴുതാം. 7 പ്ലസ് 8 ഡിവിഷൻ 4 -2 ഗുണനം 3 പ്ലസ് 1 ചെയ്യാം. തെറ്റിപ്പോകാതിരിക്കാൻ ബോട്ട്മാസ് എന്ന് എഴുതിക്കോ. ബ്രാക്കറ്റ് ഓഫ് അല്ലെങ്കിൽ ഓർഡർ ഇതൊന്നുമില്ല. ഡിവിഷൻ നിന്നും നമുക്ക് തുടങ്ങാം. ഹരണചിഹ്നം ദേ കിടക്കുന്നു. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളെ ആദ്യം ഹരിക്കുക. അപ്പൊ 7 പ്ലസ് 8-ൽ എത്ര 4കൾ? 8-ൽ 2 4കൾ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ അതുപോലെ എഴുതാം. -2 ഗുണനം 3 പ്ലസ് 1. അപ്പോൾ ഓഫ് ഡിവിഷൻ കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകളെ അതുപോലെ ഗുണിക്കുക. ബാക്കിയുള്ളവരെ ജസ്റ്റ് എഴുതുക. അപ്പൊ 7 പ്ലസ് 2 -2 ഗുണം 3 ചെയ്താൽ 6 പ്ലസ് 1. ഇനി കൂട്ടുക, അഡിഷൻ. ആരൊക്കെ കൂട്ടണ്ട്? 7ഉം 2ഉം എത്ര രൂപ കയ്യിലുണ്ട് നോക്കിയാൽ മതി. പ്ലസും മൈനസും വന്നാൽ നിങ്ങൾ തെറ്റാതിരിക്കാൻ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് അറിയോ? തെറ്റാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇതിലെ പോസിറ്റീവ് സംഖ്യകളൊക്കെ ആദ്യം കൂട്ടുക. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് ആലോചിക്കണം. നിങ്ങളുടെ കയ്യിൽ പ്ലസ് എന്ന് പറഞ്ഞാൽ അത് പോക്കറ്റിൽ കിടക്കുന്ന കാശാണ്. മൈനസ് എന്ന് പറഞ്ഞാൽ കൊടുത്തു തീർക്കേണ്ട കടമാണ്. ഓക്കെ, 7 രൂപ. അതിന് മുമ്പിൽ ചിഹ്നമൊന്നുമില്ല. അതിന്റെ അർത്ഥം അത് പോസിറ്റീവ് സംഖ്യയാണ്. അപ്പൊ 7 രൂപ നമ്മുടെ പോക്കറ്റിലേക്ക് വന്നു. പിന്നെ ഒരു 2 രൂപയും കൂടി പോക്കറ്റിലേക്ക് വന്നു. അപ്പൊ എത്ര രൂപയായി? 7ഉം 2ഉം 9 രൂപ പോക്കറ്റിൽ. ഇതേ ഇവിടെ വീണ്ടും ഒരു +1 1 രൂപയും കൂടി പോക്കറ്റിലേക്ക് വരികയാണ്. അപ്പൊ ടോട്ടൽ നമ്മുടെ പോക്കറ്റിൽ 10 രൂപ. 10 രൂപ പോക്കറ്റിൽ -6. 10 രൂപ പോക്കറ്റിൽ 6 രൂപ കടം. അല്ലെങ്കിൽ 10-ൽ നിന്ന് 6 കുറച്ചാൽ ബാക്കി എന്ത് വരും? 4. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് മക്കളെ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. 92ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. എടാ, നമ്മള് മാരത്തോൺ ക്ലാസ്സിൽ ഈ മോഡൽ ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 3 വർഷം മുൻപ് മത്തായി ഉണ്ട്, മത്തായിയുടെ മകൻ ജോണും ഉണ്ട്. നമ്മളിത് റേഷ്യോ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തത് അല്ലെ? മത്തായും ജോണും. എന്താണ്? 3 വർഷം മുൻപ് മത്തായിക്ക് മകൻ ജോണിന്റെ വയസ്സിന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. എന്ന് വെച്ചാൽ മകൻ ജോൺ ആണ്. ജോണിന് 1 വയസ്സാണെങ്കിൽ മത്തായിക്ക് എത്ര വയസ്സ്? 4 മടങ്ങ് 4 വയസ്സ്. ഓക്കെ, ഇനി എന്താ? 2 വർഷം കഴിഞ്ഞ്, ഇപ്പോഴത്തെ കേസല്ല, ഇപ്പോഴത്തെ കേസും അത് കഴിഞ്ഞിട്ടല്ല 2 വർഷം. 2 വർഷം കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? മത്തായിയുടെ പ്രായം എന്ന് പറയുന്നത് ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. അതായത് ജോണിന് 1 വയസ്സാണെങ്കിൽ മത്തായിക്ക് അതിന്റെ 3 മടങ്ങ് 3 വയസ്സായിരിക്കും. ഇതാണ് റേഷ്യോയിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഇവർക്കിടയിലുള്ള വ്യത്യാസം നോക്കണം. 4ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. ഇവർക്കിടയിലുള്ള വ്യത്യാസം നോക്കണം. 3ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. വ്യത്യാസങ്ങൾ തുല്യമാണെങ്കിൽ നമ്മുടെ പരിപാടി എളുപ്പമായേനെ. പക്ഷെ ഇവിടെ വ്യത്യാസം തുല്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണടാ? നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് റേഷ്യോനെ ഈ ആദ്യത്തെ വ്യത്യാസം കൊണ്ട് ഗുണിക്കണം. അതുപോലെ ആദ്യത്തെ ഫസ്റ്റ് റേഷ്യോനെ രണ്ടാമത്തെ വ്യത്യാസം കൊണ്ട് ഗുണിക്കണം. ചെയ്യാം. അപ്പൊ 4:1 എന്ന് പറയുന്ന ആദ്യത്തെ റേഷ്യോനെ എന്ത് ചെയ്യണം? രണ്ടാമത്തെ റേഷ്യോന്റെ വ്യത്യാസം കൊണ്ട് ഗുണിക്കണം. × 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പൊ 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8:1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടി. അപ്പൊ പുതിയ റേഷ്യോ ആയി. ഇനി എന്താ?
നമുക്ക് എഴുതാട്ടെ. ഇത് മത്തായി, ഇത് ജോൺ, എം ജോൺ. ഇനി രണ്ടാമത്തെ ആളാരാ? 3:1 3:1 എന്തുകൊണ്ടാണ് ഗുണിക്കുന്നത്? ആദ്യത്തെ റേഷ്യോന്റെ വ്യത്യാസമായ 3 കൊണ്ടാണ് ഗുണിക്കുന്നത്. ഇൻറ്റു 3 ഗുണിച്ചാൽ 3 × 3 9 ഈസ്റ്റു 1 × 3 3. ഇപ്പൊ ഇവരുടെ വ്യത്യാസം തുല്യമായില്ലേ? 9 3 തമ്മിലുള്ള അകലം വ്യത്യാസം 6, 8 2 തമ്മിലുള്ള അകലം 6, വ്യത്യാസം തുല്യമായി. അപ്പൊ നമ്മുടെ പരിപാടി എളുപ്പമായി. ഇവിടെ നോക്കിക്കടാ, 8 9 ആയി എന്ന് പറഞ്ഞാൽ 1 കൂടി, 2 3 ആയി എന്ന് പറഞ്ഞാൽ 1 കൂടി. 1 കൂടാൻ എത്ര വർഷം എടുത്തു? ഇത് 3 വർഷം മുൻപ്, ഇത് 2 വർഷം കഴിഞ്ഞ്. ഇപ്പൊ എത്രയാണ് അവരുടെ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ 3ഉം 2ഉം കുറച്ചിട്ട് 1 എഴുതരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2026. ഓക്കെ, 3 വർഷം മുൻപ് എന്ന് പറഞ്ഞാൽ 2023. 2 വർഷം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ 2028. അപ്പൊ ഇവർക്കിടയിലുള്ള വർഷങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 2023 മുതൽ 2028 വരെയുള്ള വർഷങ്ങളാണ്. അതായത് 5 വർഷങ്ങൾ. ഓക്കെ, ഇപ്പൊ 3 വർഷം മുൻപ് 2 വർഷം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ വ്യത്യാസം ഇവരെ തമ്മിൽ കൂട്ടണം എന്ന് ഞാൻ മാരത്തോൺ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 3 2ഉം കൂട്ടിയാൽ 5 വർഷങ്ങളാണ് ഇവർക്കിടയിലുള്ള വ്യത്യാസം. അപ്പോ 1 കൂടാൻ അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 5 യൂണിറ്റുകളാണ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആണ്, 5 വയസ്സാണ്. ഓക്കെ, 5 വർഷങ്ങളാണ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 വയസ്സാണെങ്കിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോഴത്തെ മത്തായിയുടെ പ്രായം. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള മത്തായിയുടെ പ്രായം 9 യൂണിറ്റുകളാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പുതിയ റേഷ്യോ ആണ് തന്നെ എടുക്കേണ്ടത്. പഴയ റേഷ്യോയിൽ ഇട്ട് ചെയ്യരുത്. പുതിയ റേഷ്യോ 9:3 8:2. ഇതിൽ ഏതിലേക്ക് കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 വർഷം മുൻപ് മത്തായി 8 യൂണിറ്റ് ആണ്, അതെടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് 9 യൂണിറ്റുകളാണ്, അതെടുത്ത് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള കേസാണ്. 2 വർഷം കഴിഞ്ഞ് മത്തായിയുടെ പ്രായം എന്ന് പറയുന്നത് 9 യൂണിറ്റുകളാണ്. അത് എത്ര വയസ്സായിരിക്കും? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. 1 5 ആകാൻ 5 കൊണ്ട് ഗുണിച്ചു. സോ നമ്മൾ 9നെയും 5 കൊണ്ട് ഗുണിക്കും. 9 × 5 45 വയസ്സ്. 45 വയസ്സ്. ഇത് ഓപ്ഷനിലുണ്ടോ? ഇല്ല, ഭാഗ്യം. ഓക്കെ, അപ്പൊ 9 യൂണിറ്റുകൾ 45 വയസ്സാണ്. അതല്ല ഉത്തരം. ഇത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള കേസാണ്. അപ്പൊ ഇപ്പോഴത്തെ പ്രായം എത്രയാ? ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കാൻ 2 വർഷം കഴിഞ്ഞിട്ടുള്ള കേസ് 45 ആണ്. സോ ഇതിൽ നിന്ന് നമ്മൾ 2 വയസ്സ് കുറയ്ക്കണം. 45 വയസ്സിൽ നിന്ന് 2 വയസ്സ് കുറച്ചാൽ കിട്ടും നമ്മുടെ ഉത്തരം. എത്രയാടാ? അത് 43 വയസ്സാണ്. 43 വയസ്സ്. ഓപ്ഷൻ ബി. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മാരത്തോൺ ക്ലാസ് കണ്ടു പഠിച്ചവർക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഭൂരിഭാഗം ആളുകളും ഒരു പക്ഷേ ഈ സാധനം സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. പ്രാക്ടീസിന്റെ കുറവാണ്. വേറെ ഒന്നുമില്ല. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 20ൽ 20 മാർക്കും പുഷ്പം പോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യ പേപ്പറായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? പ്ലസ് എന്ന് പറയുന്നത് ഇൻറ്റു ആണ്, മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആണ്, ഹരണം എന്ന് പറയുന്നത് കുറയ്ക്കലാണ്, ഗുണനം എന്ന് പറയുന്നത് ഹരിക്കലാണ്. അങ്ങനെയാണെങ്കിൽ 6/3 + 2 - 8 × 4. നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ? ഇതിലെ ചിഹ്നങ്ങൾ മാറ്റണം. ഓക്കെ, അപ്പൊ 6 ഹരണം എന്ന് പറയുന്നത് മൈനസ്. അപ്പൊ ഹരണ ചിഹ്നത്തിന് പകരം മൈനസ് ചിഹ്നം നമ്മൾ ഇട്ടു. 3. ഇനി പ്ലസ് എന്ന് പറയുന്നത് എന്താ? ഗുണനാണ്. ഇവിടെ ഗുണിക്കണം 2. മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. അപ്പൊ മൈനസിന് പകരം പ്ലസ് ഇട്ടു, 8 എഴുതി. ഗുണനം എന്ന് പറയുന്നത് എന്താ? ഹരിക്കലാണ്. ഇവിടെ ഹരിക്കൽ 4. ഓക്കെ, ഇനി ബോട്ട് മാസ് ഉപയോഗിക്കാം. ബോട്ട് മാസിന്റെ ഭാഗത്ത് നിന്ന് 3 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. 3 ചോദ്യങ്ങൾ. ഓക്കെ, ബ്രാക്കറ്റ് ഓഫ് അല്ലെങ്കിൽ ഓർഡർ ഒന്നുമില്ല. ഡിവിഷൻ, ഹരണം മുതലാണ് തുടങ്ങുന്നത്. ആരെയൊക്കെ ആദ്യം ഹരിക്കണം? 8നെയും 4നെയും ഹരിക്കണം. 8ൽ എത്ര നാലുകൾ? 2 നാലുകൾ. അപ്പൊ 6 - 3 × 2 + 2. 8ൽ എത്ര നാലുകൾ? 2 നാലുകൾ. കഴിഞ്ഞു. ഇനി ഗുണിക്കണം. 3ഉം 2ഉം തമ്മിൽ ഗുണിക്കുക. അപ്പൊ 6 - 6 + 2 + 2. 6ഉം 6ഉം ക്യാൻസൽ ആയി പോകും. അല്ലെങ്കിൽ കൂട്ടലും കുറയ്ക്കലും മാത്രമാണെങ്കിൽ ഞാൻ പറഞ്ഞു തെറ്റാതിരിക്കാൻ പോസിറ്റീവ് സംഖ്യകളൊക്കെ
പോക്കറ്റിലുള്ള കാശായിട്ടും നെഗറ്റീവ് സംഖ്യകളൊക്കെ കൊടുത്തു തീർക്കേണ്ട കാശായിട്ടും കടമായിട്ടും നിങ്ങൾ ആലോചിക്കണം. 6 രൂപ പോക്കറ്റിൽ, വീണ്ടും ഒരു 2 രൂപ പോക്കറ്റിൽ, മൊത്തം 8 രൂപ പോക്കറ്റിൽ. എത്ര രൂപ കടം? -6. 6 രൂപ കടം. അപ്പൊ 8 രൂപ പോക്കറ്റിൽ, 6 രൂപ കടം. ബാക്കി എന്ത്? 2 രൂപ പോക്കറ്റിൽ ബാക്കി ഉണ്ടാകും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടുന്ന് ഈ 6ഉം 6ഉം കുറയ്ക്കാം, എന്നിട്ട് 2 എടുക്കാം. തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും ഇങ്ങനെ പറഞ്ഞു തന്നത്. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 94-ാമത്തെ ചോദ്യം നോക്കിക്കടാ. 7, 10, 6, 13, 5, 16. ഇവിടെ 7ന്റെ കൂടെ 3 കൂടുന്നു, പിന്നെ 10ൽ നിന്ന് 4 കുറയുന്നു, പിന്നെ 7 കൂടുന്നു, പിന്നെ 8 കുറയുന്നു, പിന്നെ 11 കൂടുന്നു. ഒരു ക്രമരഹിതമായിട്ടുള്ള പാറ്റേൺ ആണ്. ഇവിടെ 7, പിന്നെ അത് വലുതായിട്ട് 10 പിന്നെ അത് ചെറുതായിട്ട് 6 പിന്നെയും വലുതായിട്ട് 13, പിന്നെ ചെറുതായിട്ട് 5, പിന്നെ വലുതാകുന്നു 16. ഇങ്ങനെയാണെങ്കിൽ ക്രമരഹിതമായിട്ടുള്ള സംഖ്യകളാണ് ഇതിലെ പദങ്ങളായിട്ട്, ഒരു ശ്രേണിയിലെ പദങ്ങളായിട്ട് വരുന്നതെങ്കിൽ അതൊരു മിക്സഡ് സീരീസ് ആണ്, ഒരു മിശ്ര ശ്രേണിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൽ ഒന്നിടപെട്ട പദങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യണം. 7, 6 ആകാൻ ഒന്നിടപെട്ട പദങ്ങൾ നോക്കുക. 7ൽ നിന്ന് 1 കുറച്ചപ്പോഴാണ് 6 ആയത്. 6, 5 ആയത്, 6ൽ നിന്ന് 1 കുറച്ചപ്പോഴാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഈ ആളുകളെ നോക്കിക്കേ. 10, 13 ആയത് എങ്ങനെയാ? 3 കൂടി. 13, 16 ആയത് എപ്പോഴാ? 3 കൂടി. അപ്പൊ നമുക്ക് ഇതിന്റെ പാറ്റേൺ മനസ്സിലായി. ഇനി എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ശ്രേണിയുടെ 9ാമത്തെ പദം, 9ാമത് കിടക്കുന്ന ആളെ കണ്ടുപിടിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9ാമത്തെ ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ഇവിടെ 5ൽ നിന്ന് 1 കുറയണം. അപ്പൊ ഇവിടെ 4. അടുത്ത ആളെ കിട്ടാൻ 16ന്റെ കൂടെ 3 കൂട്ടണം. 16ന്റെ കൂടെ 3 കൂട്ടിയാൽ 19. അപ്പൊ അവസാനം കിടക്കുന്ന ആള് 4ൽ നിന്ന് 1 കുറഞ്ഞു. 4ൽ നിന്ന് 1 കുറഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. അത് ഓപ്ഷൻ സി ആണ്, 3. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് 3, 6, 11, 18 എക്സെട്ര അങ്ങനെ പോകുന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്തത്? അപ്പൊ ശ്രേണി ഒന്ന് എഴുതുന്നു. 3, 6, 11, 18 എക്സെട്ര. ഇവർക്കിടയിൽ അകലം നോക്കിക്കടാ. 3, 6 ആകാൻ 3 കോടി, 6, 11 ആകാൻ 5 കോടി, 11, 18 ആകാൻ 7 കോടി. 3, 5, 7 അടുത്തത് എത്ര കൂടും? 9 കൂടും. 18ഉം 9ഉം കൂടിയാൽ എത്രയാ? 27. പിന്നെ എത്ര കൂടും? 11 കൂടും. 27ഉം 11ഉം ചെയ്താൽ 38. ഇനി അടുത്തത് 13 കൂടും. അങ്ങനെ കൂട്ടി പോകാം. പക്ഷെ നമ്മുടെ ഉത്തരായി വേണ്ടടാ 27, 38 എന്ന് പറഞ്ഞാൽ പോകുന്നേ. അപ്പൊ ഇതിനിടയിലല്ലേ 37 വരിക? 38ന്റെ മുമ്പിലായിരിക്കും 37. അപ്പൊ ഒരിക്കലും ഈ ശ്രേണിയിൽ ആര് വരില്ല? 37 വരില്ല. 37 വരില്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, ഇതൊക്കെ ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. എടാ, ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ 4 ദിശകൾ, 4 ദിക്കുകൾ വരണം. എവിടെയാണ് കിഴക്ക്, എവിടെയാണ് പടിഞ്ഞാറ്, എവിടെയാണ് തെക്ക്? എടാ, എപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ നിന്നെ ഞാൻ തെക്കോട്ടെടുക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നിന്നെ ഞാൻ കുഴിയിലേക്ക് എടുക്കും, അതായത് മണ്ണിലേക്ക് നിന്നെ ഞാൻ കൊല്ലും എന്നാണ് പറയാതെ പറയുന്നത്. നിന്നെ ഞാൻ തെക്കോട്ടെടുക്കും എന്ന് പറഞ്ഞാൽ അത് അടിയിലേക്ക്, നിന്നെ മണ്ണിലേക്ക് എടുക്കും. മണ്ണ് എവിടെയാ? നമ്മുടെ താഴെ. അപ്പൊ തെക്കെന്ന് പറയുന്നത് താഴെയാണ് എന്ന് അങ്ങനെ ആലോചിക്കാം. തെക്കിന്റെ നേരെ വിപരീതമാണ് വടക്ക്. ഓക്കെ, പടിഞ്ഞാറ് ഭാഗത്താണ് അറബിക്കടൽ. അപ്പൊ നമ്മൾ മാപ്പൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഏത് ഭാഗത്താ അറബിക്കടൽ ഇരിക്കുന്നത്? ഇങ്ങേ തലക്കിലല്ലേ. അപ്പൊ ഈ ഭാഗത്താണ് പടിഞ്ഞാറ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കിഴക്ക്. ഈ ഒരു മാപ്പ് നിങ്ങളുടെ മനസ്സിൽ വേണം. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചുമ്മാ ചിത്രീകരിച്ചാൽ മതി നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താം. സുരേഷ് എന്ന് പറയുന്ന ആള് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എങ്ങോട്ട്? 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. കിഴക്ക് എവിടെയാ? ഈ ഡയറക്ഷനിൽ കിടക്കുന്നത്. അപ്പൊ 7 കിലോമീറ്റർ സുരേഷ് ഇങ്ങനെ സഞ്ചരിച്ചു. സുരേഷ് ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നത് ഇങ്ങോട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോകും. വലത്തോട്ട് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതായത് ആശാൻ തെക്കോട്ടാണ് സഞ്ചരിച്ചത്. എന്നിട്ടോ അവിടെ അതിനുശേഷം
വീണ്ടും വലത്തോട്ട് തിരിയാണ്. പാശാൻ ഇങ്ങോട്ട് തിരിയും അല്ലേ? വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. 7 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇപ്പൊ സുരേഷ് നിൽക്കുന്നത് ഇവിടെയാണ്. ഇനി എന്താ ചോദ്യം? ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എവിടെയായിരിക്കും? യാത്ര തുടങ്ങിയ സ്ഥലം ഇവിടെയാണ്. അവിടെ നിന്ന് എവിടെ നിൽക്കുന്നു? താഴെ നിൽക്കുന്നത്. അതായത് തെക്ക് ഭാഗത്തായിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. എത്ര കിലോമീറ്റർ അകലം ഉണ്ടാവും? ഇവിടെ 4 കിലോമീറ്റർ ആണ് ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെയും 4 കിലോമീറ്റർ ആയിരിക്കില്ലേ? 4 കിലോമീറ്റർ തെക്ക്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ. 4 കിലോമീറ്റർ തെക്കു ഭാഗത്തായിട്ടാണ് സുരേഷ് ഇപ്പോ നിൽക്കുന്നത്. ദേണ്ടടാ, വീണ്ടും നമ്മൾ ചർച്ച ചെയ്ത PYQ സീരീസിൽ ചർച്ച ചെയ്ത മറ്റൊരു ചോദ്യം. ഇത് ഫിബനോച്ചി സീരീസ്. തൊട്ട് മുമ്പിലുള്ള പദങ്ങളെ കൂട്ടിയാൽ അടുത്ത പദം കിട്ടുന്ന ശ്രേണി 1 1 2 3 5 8, ഡാഷ് എന്ന ശ്രേണിയുടെ അടുത്ത പദം കണ്ടുപിടിക്കണം. എന്താണ്? ഫിബനോക്കി സീരീസ് അല്ലെങ്കിൽ ഫിബനോച്ചി സീരീസ് നമുക്ക് പറയും. ഓക്കെ, നോക്കിക്കട. 1 1 കൂട്ടിയപ്പോൾ 2, ഈ 2 1 കൂട്ടിയപ്പോൾ 3, 3 2 കൂട്ടിയപ്പോൾ 5, 5 3 കൂട്ടിയപ്പോൾ 8. എങ്കിൽ അടുത്ത ആളെ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 8നെയും 5നെയും കൂട്ടണം. 8ഉം 5ഉം കൂട്ടിയാൽ നമ്മുടെ ഉത്തരം 13. ഓപ്ഷൻ ബി. 13. ഓപ്ഷൻ ബി. പോകാം 98ാമത്തെ ചോദ്യം. ഒരു പക്ഷേ ഈ ചോദ്യമായിരിക്കും കുറച്ച് പേരെങ്കിലും കുഴപ്പിച്ചിട്ടുണ്ടാകും. കുറച്ച് സമയം എടുത്തിട്ടുണ്ടാകാൻ സാധ്യത ഈ ചോദ്യമായിരിക്കും. ഇതിന്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. 3 3 സ്റ്റാർ അല്ലെങ്കിൽ ഇൻറ്റു 2 എന്ന് പറയുന്നത് 9, 4 സ്റ്റാർ 3 എന്ന് പറയുന്നത് 13, 5 സ്റ്റാർ 4 എന്ന് പറയുന്നത് 17. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് 6 സ്റ്റാർ 5ന്റെ ഉത്തരമാണ്. നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ ലോജിക്ക് മനസ്സിലാകും. ആ ലോജിക്ക് ഇങ്ങനെയാണ് മക്കളെ. തന്നിരിക്കുന്ന ആ 2 സംഖ്യകൾ നമ്മൾ കൂട്ടുക. 3 2 കൂടി കൂട്ടിയാൽ എത്രയാ? 5. ആ സംഖ്യ കൂട്ടിക്കിട്ടിയ സംഖ്യയുടെ ഇരട്ടി എടുക്കുക. 5ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 10. അതിൽ നിന്നൊന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ഉത്തരം. ഓക്കെ, ഈ 2 സംഖ്യകൾ എടുക്കുന്നു, അവരെ തമ്മിൽ കൂട്ടുന്നു, അതിന്റെ ഇരട്ടി എടുക്കുന്നു, ഒന്ന് കുറയ്ക്കുന്നു. കൂട്ടുക, ഇരട്ടി എടുക്കുക, ഒന്ന് കുറയ്ക്കുക. കൂട്ടുക, ഇരട്ടി എടുക്കുക, ഒന്ന് കുറയ്ക്കുക. ഇപ്പൊ 4 3 കൂട്ടി 7, ഇരട്ടി എടുത്തു, 7ന്റെ ഇരട്ടി 14, 14 ഒന്ന് കുറച്ചാൽ 13. അതേ ലോജിക്ക് ഇവിടെ നോക്കിക്കേ. കൂട്ടുന്നു, 5 4 കൂട്ടിയാൽ 9, 9ന്റെ ഇരട്ടി 18, അതിൽ നിന്നൊന്ന് കുറച്ചാൽ 17. എങ്കിൽ അതേ പരിപാടി ഇവിടെ ചെയ്യണം. 6ഉം 5ഉം കൂട്ടുക 11, 11ന്റെ ഇരട്ടി എടുക്കുക 22, അതിൽ നിന്നൊന്ന് കുറയ്ക്കുക. നമ്മുടെ ഉത്തരം 21. ഓപ്ഷൻ ഡി ആണ് മക്കളെ ശരി ഉത്തരം. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. വീണ്ടും ക്ലോക്കിന്റെ ഭാഗത്തിൽ നിന്ന് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്ലോക്കിൽ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരൊറ്റ സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യാം. എന്താണ്? മണിക്കൂറിന്റെ ഭാഗത്ത് മിനിറ്റിന്റെ പകുതി കുറയ്ക്കണം. 11/2, അതായത് മണിക്കൂറുകളുടെ പകുതി. 12 മണിക്കൂർ ഉണ്ടാവും, പക്ഷെ നമ്മളത് 11 ആക്കി എടുക്കണം. നമ്മൾ മിറർ ഇമേജിലൊക്കെ 11 റെഫറൻസ്. അത് ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാം. ഇൻറ്റു എം മിനിറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം. എന്താണ് സമയം? എത്രയാ? 4 മണി. കൃത്യം 4 മണി. ഇപ്പൊ മണിക്കൂറിന്റെ ഭാഗത്ത് 4ഉം മിനിറ്റിന്റെ ഭാഗത്ത് 0 ആണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എളുപ്പവഴിയുണ്ട്. എളുപ്പവഴിയിലേക്ക് വരാം. നമ്മളിവിടെ 30 എന്ന് എഴുതുന്നു. മണിക്കൂർ എന്ന് പറയുന്നത് 4 ആണ്. സോ 4 കുറയ്ക്കണം. 11/2 ഇൻറ്റു 0. ഇത് ചെയ്താൽ 0 കൊണ്ട് ഏത് സംഖ്യനെ ഗുണിച്ചാലും അതിന്റെ ഉത്തരം 0 തന്നെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ ഇത് മുഴുവൻ 0 ആയി. ഈ സൈഡ് മുഴുവൻ 0 ആയി. അപ്പൊ 30 × 4 ചെയ്താൽ നമ്മുടെ ഉത്തരമായി അത് 120 ആണ്. 120 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇത്തരം ചോദ്യങ്ങളിലുള്ള ട്രിക്ക് എന്താണ്? കൃത്യം മണിക്കൂർ ആണെങ്കിൽ കൃത്യം 4 മണി അല്ലെങ്കിൽ കൃത്യം 5 മണി എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ മണിക്കൂറിന്റെ ഭാഗത്തുള്ള ആളെ 30 കൊണ്ട് ഗുണിച്ചാൽ മതി. 30 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 × 30 120. 120 അത്രയേ ഉള്ളൂ. ഇനി കൃത്യം 5 മണി, കൃത്യം 5 മണിയാണെങ്കിൽ 30 × 5 ചെയ്താൽ 150 ഡിഗ്രി എന്ന് കിട്ടും. 3 5 15, ഒരു 0 കൂടി ഇടാം. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 3:12 എന്നത് x:60 തുല്യമായാൽ എക്സിന്റെ വില എത്രയാണ് എന്നുള്ളതാണ്. ഇത് ശരിക്കും ചെയ്തത് 3:12 എന്നതിനെ 3/12 എന്നും x:60 x/60 എന്നും എഴുതുന്നു. എന്നിട്ട്
ഈ 60 ഇങ്ങോട്ട് തട്ടുന്നു. അപ്പൊ 3/12 ഹരണം 60 ഇങ്ങോട്ട് തട്ടിയാൽ ഗുണനം 60 ആകും. ഇതാണ് എക്സിന്റെ വില. 60ഉം 12ഉം ചെറുതാക്കുന്നു. 60ൽ എത്ര 12 എന്ന് ചോദിച്ചാൽ 12നെ 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് 60. അപ്പൊ മുകളിൽ 3ഉം 5ഉം മാത്രം. 3നെയും 5നെയും ഗുണിച്ചാൽ കിട്ടുന്നത് 15. അതാണ് എക്സ്. ഇങ്ങനെയാണ് ഇത് ശരിക്കും ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്താ ഒരു ഉടായിപ്പ്. എന്താണ് ഇതിന്റെ ട്രിക്ക്? ആദ്യം ഇരിക്കുന്ന ആളുകളും രണ്ടാമതിരിക്കുന്ന ആളുകളും റേഷ്യോയിൽ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾ ഇവിടെ നോക്കിക്കട, രണ്ടാമതിരിക്കുന്ന ആളുകൾ തമ്മിൽ എന്തെങ്കിലും ഗുണന ബന്ധമുണ്ടോ നോക്കുക. 12നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടുമോ നോക്കുക. അങ്ങനെ കിട്ടുമെങ്കിൽ നിങ്ങൾ ഈ വഴിയിലേക്കൊന്നും പോകണ്ട, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. 12നെ 5 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 60 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആദ്യത്തെ ആളുകൾ തമ്മിലും അതേ കണക്ഷൻ ഉണ്ടായിരിക്കും. ആദ്യത്തെ ആളെയും 5 കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പുറത്തിരിക്കുന്ന ആളെ കിട്ടാൻ. ഇപ്പൊ 3 ഗുണം 5 എത്രയാ? 3 ഗുണം 5 എന്ന് പറയുന്നത് 15. അതായിരിക്കും എക്സിന്റെ വില. ഇങ്ങനെ എളുപ്പത്തിലും കണ്ടുപിടിക്കാം. മക്കളെ, കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ചോദ്യപേപ്പർ ആയിരുന്നു. പക്ഷേ ഈ എക്സാം ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചുരുങ്ങിയത് 20ൽ എത്ര മാർക്ക്? ഒരു 17 മാർക്കൊക്കെ ഈസി ആയി സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ആ പാറ്റേണിന്റെ ഒരു ചോദ്യം മാത്രമാണ് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഒരു 2 ചോദ്യം കൂടി അത്ര പ്രാക്ടീസ് ചെയ്യാത്ത ആളുകൾക്ക് 2 ചോദ്യം കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം. കോണളവൊന്നും പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും 16 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. 16 മാർക്കിന്റെ മുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് ഈ പരീക്ഷ ക്യാൻസൽ ആയില്ലെങ്കിൽ കട്ട് ഓഫ് ഒരുപാട് ഉയർന്നേനെ. ഇനി എന്താകും ഇതിന്റെ ഭാവി എന്നുള്ളത് കണ്ടറിയണം. എങ്കിലും ഈ 20 ചോദ്യങ്ങളും നമുക്ക് പഠിച്ചു വെക്കാം. ഈ ഒരു പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്ത് അടുത്ത് വരുന്ന പരീക്ഷയ്ക്ക് എന്ത് നടക്കുന്നതിലും നെഗറ്റീവ് കാണാതെ, ഇപ്പൊ ഒരുപാട് പേര് ഒരു പക്ഷേ ഈ പരീക്ഷ ഇത്രയും ഈസി ആയ ചോദ്യപേപ്പറാണല്ലോ കിട്ടിയത്, ഞാൻ ഇത്രയും നന്നായിട്ട് സ്കോർ ചെയ്തല്ലോ, പക്ഷേ പരീക്ഷ എങ്ങാനും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എന്താകും എന്ന് കൺഫ്യൂഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഒന്നുമില്ലടാ, പോസിറ്റീവ് എടുക്കുക. ഇനി എക്സാം പോസ്റ്റ്പോൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും കൂടി ടൈം കിട്ടുകയാണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു പരീക്ഷ കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെ നമുക്ക് പാളിപ്പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനും നമ്മുടെ പാളിപ്പോയ മേഖലകൾ പെർഫെക്റ്റ് ആക്കാനുമുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. തളരരുത് മക്കളെ, തളരരുത്. നമ്മുടെ ലൈഫിൽ പല നെഗറ്റീവുകളും വരും. തളരാതെ പിടിച്ചു നിൽക്കുക. ആ വിജയം നമുക്കുള്ളതാണ്. നമ്മളത് നേടിയിരിക്കും. ഓക്കെ, അപ്പൊ മക്കളെ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഓക്കെ, ബൈ.